കുറച്ച് ചാള ഇരിപ്പുണ്ട്, അപ്പോൾ അതൊന്നങ്ങ് വറ്റിക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരയ്ക്കാതെ മുളകും പുളിയും വെക്കാമെന്ന് വിചാരിച്ചു. കടുക്, ഉലുവ, അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളി. ഇന്നത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തിന് മസാല ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എരി അനുസരിച്ചിടണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് എരിയൊക്കെ കുറച്ചിടുന്നത് നല്ലത്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, പുളിവെള്ളം. പുളി സാദാ വാളം പുളി കേട്ടോ, ഭയങ്കര പുളിപ്പാണ്, അതുകൊണ്ട് കുറച്ചേ ഒഴിച്ചോളൂ. മീൻ താണ്ടേ, മത്തിയെ ഇവിടെ കന്യാകുമാരിയിൽ ചാള എന്നാണ് പറയുന്നത്. മത്തി മീനത്. കറി തിളയ്ക്കുമ്പോഴത്തേക്ക് അതാണ്ട് തിളയ്ക്കുന്നു. ഇനി കഴുകി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല മണം. ഗ്യാസിനകത്ത് നിന്ന് എടുത്ത് വെളിയിൽ ഇവിടെ ഒരു ചെറിയ അടുപ്പ് കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ, അതിൽ കൊണ്ട് വെച്ച് നല്ലപോലെ കറി റെഡി ആയിട്ടുണ്ട്. വറ്റി ഞാൻ വിചാരിച്ചതുപോലെ കിട്ടി. എൻ്റെ മേളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നോക്കി. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില ഇങ്ങനെ ലാസ്റ്റ് ഇട്ടിട്ട്. അത് പിന്നെ നമ്മൾ കഴിക്കുമ്പോഴെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കറിയെല്ലാം നല്ല. ചോറ് വിളമ്പിയാലോ? മണി 1 മണി 1:30 ആയി. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി, എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ചോറ് ശേഷം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? മത്തിക്കറി, ഇതാണ് ഇന്നത്തെ ലഞ്ച്. മത്തി വറ്റിച്ചതും ഇഞ്ചിക്കറിയും. ഓക്കെ, ബൈ.